നമസ്കാരം. ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്, ഒരൊറ്റ ആശയം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരാളുടെ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്. ഒരു കല്ല് അതെങ്ങനെയാണ് ഒരു നാടിന്റെ തന്നെ തലവിധി മാറ്റിയെഴുതിയത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ കഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകണം. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക്. അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിലെ കേരളം ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഈ ജാതി വ്യവസ്ഥയായിരുന്നു. നിങ്ങൾ എവിടെ ജനിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ. എവിടെ താമസിക്കണം, എന്ത് ജോലി ചെയ്യണം, എവിടെയൊക്കെ പോകണമെന്നെല്ലാം തീരുമാനിച്ചിരുന്നത് ഈ ഒരു നിയമമായിരുന്നു. സ്വാഭാവികമായും ഇത് സമൂഹത്തിൽ വലിയ അസമത്വങ്ങളുണ്ടാക്കി. അക്കാലത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 4/1 കൂടുതൽ, അതായത് 26% വരുന്ന ഈഴവ സമുദായത്തെ തൊട്ടുകൂടാത്തവരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ. ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താൻ കഴിയില്ല, സ്കൂളിൽ പോയി പഠിക്കാൻ അവകാശമില്ല, എന്തിന് എല്ലാവരും നടക്കുന്ന ഒരു പൊതുവഴിയിലൂടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. സർക്കാർ ജോലികളിൽ നിന്നോ മറ്റവസരങ്ങളിൽ നിന്നോ പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ട ഒരു വലിയ സമൂഹം. ആ അനീതിയുടെ ആഴം എത്ര വലുതായിരുന്നു എന്ന് ഇതിൽ നിന്നു തന്നെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണ് ആ വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ആ ഒരു സംഭവം നടക്കുന്നത്. 1888 ഒരു ശിവരാത്രി, അരുവിപ്പുറത്ത് നെയ്യാറിന്റെ തീരത്ത്. ആ രാത്രി കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ പോവുകയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുണ്ടായിരുന്നൊരു കാലം. ആ നിയമത്തെയാണ് ഗുരു ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് പൊളിച്ചെഴുതിയത്. അദ്ദേഹം നദിയിൽ മുങ്ങി ഒരു കല്ലെടുത്തു, അതിനെ ശിവനായി സങ്കൽപ്പിച്ച് പ്രതിഷ്ഠിച്ചു. അതൊരു സാധാരണ പ്രതിഷ്ഠയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. ഇത് കണ്ട് ചോദ്യം ചെയ്യാൻ വന്ന ബ്രാഹ്മണരോട് ഗുരു പറഞ്ഞ മറുപടിയുണ്ടല്ലോ, അത് ചരിത്രമാണ്. വളരെ ലളിതവും എന്നാൽ അത്രയേറെ മൂർച്ചയുമുള്ള വാക്കുകൾ. ഞങ്ങളുടെ ശിവൻ വേറെയാണ് എന്ന് പറയുന്നതിലൂടെ നിലവിലുണ്ടായിരുന്ന ആ ഒരു അധികാര വ്യവസ്ഥയെ തന്നെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. ഇത് വെറുമൊരു മറുപടിയായിരുന്നില്ല, ഒരു പുതിയ ചിന്തയുടെ തീപ്പൊരിയായിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ കല്ലിൽ നിന്ന്, ആ ഒരൊറ്റ വാക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക മുന്നേറ്റം ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്, എല്ലാം ഒരേ ഈശ്വരന്റെ ഭാഗമാണ് എന്ന തത്വമാണ്. പക്ഷേ അത് മിക്കപ്പോഴും പുസ്തകങ്ങളിൽ ഒതുങ്ങി നിന്നു. ഗുരു ചെയ്തതെന്താണെന്ന് വെച്ചാൽ ആ തത്വത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ശരിയാണല്ലോ, എല്ലാവരും ഒന്നാണെങ്കിൽ പിന്നെ എവിടെയാണ് ജാതി? എവിടെയാണ് ഒരാൾ ഉയർന്നവരും മറ്റൊരാൾ താഴ്ന്നവരുമാവുന്നത്? ഈ ചോദ്യം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ഈ ഒരു ചിന്തയുടെ ആകെത്തുകയായിരുന്നു ഗുരുവിന്റെ ഏറ്റവും പ്രശസ്തമായ ആ മുദ്രാവാക്യം. ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള എല്ലാ വേർതിരിവുകൾക്കും അതീതമായി മനുഷ്യൻ ഒന്നാകണം എന്ന ആഹ്വാനമായി ഈ വാക്കുകൾ മാറി. പക്ഷേ ഗുരുവിന്റെ ചിന്തകൾ അവിടെയും നിന്നില്ല. അതാണ് ഏറ്റവും രസകരം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ, സഹോദരൻ അയ്യപ്പൻ ആ മുദ്രാവാക്യത്തെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോയി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നു പറഞ്ഞപ്പോൾ ഗുരു എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തെ തിരുത്തുകയല്ല ചെയ്തത്. അയ്യപ്പൻ പറഞ്ഞതും ശരിയാണ് എന്നു പറഞ്ഞ് ആ പുതിയ ചിന്തയെയും ചേർത്ത് പിടിച്ചു. കാലത്തിനനുസരിച്ച് വളരുന്ന ആശയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ നോക്കൂ, അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിൽ നിന്ന് ഒരു പുതിയ ഫിലോസഫി വന്നു. ആ ഫിലോസഫി പ്രചരിപ്പിക്കാനും അവകാശങ്ങൾക്കായി പോരാടാനും SNDP യോഗം പോലെ ഒരു സംഘടന വന്നു. ആ സംഘടനയിലൂടെ വിദ്യാഭ്യാസം, ക്ഷേത്രപ്രവേശനം പോലുള്ള അവകാശങ്ങൾക്കായി അവർ പോരാടി ഒരു പുതിയ സമൂഹത്തിന് തന്നെ വഴിയൊരുക്കി. ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി പോരാടുക മാത്രമല്ല ഗുരു ചെയ്തത്. ക്ഷേത്രം എന്ന സങ്കല്പത്തെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. അതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു വിഗ്രഹത്തിനു പകരം ഒരു വിളക്ക്. എന്താ അതിന്റെ അർത്ഥം? അറിവാകുന്ന വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് നമ്മൾ പുറത്തുവരണം എന്ന ആഴത്തിലുള്ളൊരു സന്ദേശമായിരുന്നു അത്. ഇവിടെയാണെങ്കിൽ ആരാധനാമൂർത്തി ഏതെങ്കിലും ദൈവമല്ല, മറിച്ച് മനുഷ്യൻ പിന്തുടരേണ്ട അടിസ്ഥാന മൂല്യങ്ങളാണ്. സത്യവും സ്നേഹവുമാണ് യഥാർത്ഥ ദൈവമെന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ ഏറ്റവും വിപ്ലവകരമായ പ്രതിഷ്ഠ ഇതായിരിക്കാം, ഒരു കണ്ണാടി. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. ദൈവം മറ്റെവിടെയുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന ആ ഒരു തിരിച്ചറിവ്. അതിൽ കൂടുതൽ എന്തു വേണം, അല്ലേ? സ്വയം അറിയുക, സ്വയം നവീകരിക്കുക, അതായിരുന്നു ആ ആരാധനയുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഗുരുവിന്റെ ഈ പ്രവൃത്തികളെല്ലാം സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം? എന്താണ് അദ്ദേഹം നമുക്ക് നൽകിയ പാരമ്പര്യം? ചുരുക്കി പറഞ്ഞാൽ അത് വെറുമൊരു പ്രതിഷേധം മാത്രമായിരുന്നില്ല. അതുവരെ മാറ്റി നിർത്തപ്പെട്ട സാധാരണക്കാർക്ക് ആത്മാഭിമാനം നൽകി. വിദ്യാഭ്യാസം നേടണം, സംഘടിക്കണമെന്ന് പഠിപ്പിച്ചു.
ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെയും ഉയർന്ന സാക്ഷരതയുടെയും എല്ലാം അടിത്തറയിൽ ഗുരു കൊടുത്തിയ ഈ വെളിച്ചത്തിന് വലിയൊരു പങ്കുണ്ട്. ഗുരുവിന്റെ കഥ കേൾക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. അന്ന് ജാതി ഒരു തകർക്കാനാവാത്ത നിയമമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള അദൃശ്യമായ ചങ്ങലകൾ എന്തൊക്കെയാണ്? ആ ചങ്ങലകൾ പൊട്ടിക്കാൻ ഒരു പുതിയ കഥ എഴുതാൻ നമ്മൾ ഉപയോഗിക്കേണ്ട അരുവിപ്പുറത്തെ കല്ല് ഏതായിരിക്കും? ഇതൊരു പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.